അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ദുറൂസിന്റെ ഒരു ഫുൾ റിവിഷൻ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ നിർബന്ധമായും അത് പോയി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യോജിപ്പിക്കാം. ഇവിടെ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. കഴിക്കുന്ന ഭക്ഷണം, 1000 നാണയം, വിരുന്നുകാരെ ആദരിക്കൽ, ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു, കുടുംബ ബന്ധം പുലർത്തുന്നത്. ഇനി താഴെയുള്ളതിന് ശരിയായ ഉത്തരം ഇതിൽ നിന്ന് കണ്ടെത്തുകയാണ് വേണ്ടത്. ഒന്നാമത്തത്, അള്ളാഹുവിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വലിയ ഇഷ്ടമാണ് എന്ത്? കുടുംബ ബന്ധം പുലർത്തുന്നത്. കുടുംബ ബന്ധം പുലർത്തുന്നത് അള്ളാഹുവിനും നബിതങ്ങൾക്കും വലിയ ഇഷ്ടമാണ്. രണ്ടാമത്തത്, ഈമാനിന്റെ ഭാഗമാണ്. ഏത്? ഈമാനിന്റെ ഭാഗമാണ് വിരുന്നുകാരെ ആദരിക്കൽ. ഹലാലും തയ്യിബുമായിരിക്കണം. എന്ത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലും തയ്യിബുമായിരിക്കണം. നല്ല അയൽപക്കത്തിനുള്ള വിലയായിരുന്നു എന്ത്? 1000 നാണയം. ആ കഥ വിദ്യാർത്ഥികൾക്ക് ഓർമ്മ ഉണ്ടാവണം. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു സംഭവം. അപ്പൊ നല്ല അയൽപക്കത്തിനുള്ള വിലയായിരുന്നു 1000 നാണയം. ഇനി അടുത്തത്, തുടക്കത്തിൽ ബിസ്മി മറന്നാൽ എന്ത് പറയണം? ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് പറയണം. ഇനി 2 വീതം എഴുതാം. കുടുംബ ബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങൾ 2 എഴുതിയാൽ മതി. ഒന്നെന്താ? കുടുംബക്കാരെ സൽക്കരിക്കുക, അവർക്ക് സദഖ ചെയ്യുക, അല്ലെ, അവരെ സന്ദർശിക്കുക, അവർക്ക് ഹദിയ നൽകുക. കുറെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇനി അടുത്തത്, അയൽവാസികളോടുള്ള കടമകൾ. അയൽവാസികളോടുള്ള കടമകൾ നമ്മൾ കുറെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് 2 എഴുതിയാൽ മതി. അവരെ വേദനിപ്പിക്കാതിരിക്കുക, അതുപോലെ അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് ഗുണം ചെയ്യുക, അവരെ സന്ദർശിക്കുക. കുറെ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതിയാൽ മതി. എളുപ്പമുള്ള 2 എഴുതിയാൽ മതി. ഇനിയോ, ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദകൾ. അവസാനത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഭക്ഷണം കഴിക്കുന്നതിന്റെ കുറെ മര്യാദകൾ പറഞ്ഞു. വലത് കൈ കൊണ്ട് കഴിക്കുക, ഇരുന്ന് കഴിക്കുക, തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക. കുറെ എളുപ്പമായിട്ടുള്ള പോയിന്റുകൾ ഇതിലുണ്ട്. അല്പാൽപമായി കഴിക്കുക, ചവച്ചു തിന്നുക, വൃത്തിയായി കഴിക്കുക. കുറെ പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതുക. ഇനി അടുത്തത്, ഉത്തരം എഴുതാം. ആരാണ് കുടുംബക്കാർ? ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞു ആരാണ് കുടുംബക്കാർ. ഏതായിരുന്നു? നമ്മുടെ ഉമ്മയുമായോ നമ്മുടെ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. നമ്മുടെ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. അയൽപക്ക ബന്ധം ഊട്ടിയുറപ്പിച്ച ഖുറാസാനിലെ മഹാപണ്ഡിതനാരാ? അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ആണ്. ഇനിയോ, ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് നാം കരുതേണ്ടത് എന്താണ്? ഭക്ഷണം കഴിക്കുമ്പോൾ നാം അള്ളാഹുവിനിക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാവണം. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കരുതേണ്ടത് ഇബാദത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാവുക എന്നാണ് കരുതേണ്ടത്. ഇനി അടുത്തത്, വീട്ടുകാർ വിരുന്നുകാരെ സ്വീകരിക്കണം. എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ അയാളെ സ്വീകരിക്കേണ്ടത്? നല്ല പ്രസന്ന ഭാവത്തോടുകൂടെ, അല്ലെ? വിരുന്നൂട്ടൽ എന്നുള്ള പാഠത്തിൽ വിരുന്നുകാരന്റെ മര്യാദകൾ, വിരുന്നിന്റെ മര്യാദകൾ എന്നുള്ള ഫസ്റ്റ് പോയിന്റ്. പ്രസന്ന ഭാവത്തോടുകൂടി വിരുന്നുകാരെ സ്വീകരിക്കണം. പ്രസന്ന ഭാവത്തോടുകൂടെ വിരുന്നുകാരെ നാം സ്വീകരിക്കണം. അപ്പൊ വിദ്യാർത്ഥികൾ ആവർത്തിച്ച് വായിക്കുന്നതോടൊപ്പം തന്നെ ഇത് എഴുതി പഠിക്കുകയും വേണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയോ, അടുത്തത്, കുടുംബ ബന്ധം പുലർത്തിയാൽ എന്ത് വിശാലമാകും? റിസ്ക് വിശാലമാകും. കുടുംബ ബന്ധം പുലർത്തിയാൽ എന്ത് വിശാലമാകും? റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം, വസ്ത്രം, എല്ലാറ്റിനും കൂടെ പറയുന്നതാണ് റിസ്ക് വിശാലമാകും. അതുപോലെ എന്ത് കൂടും? ആയുസ് കൂടും. കൂടുതൽ കാലം ജീവിക്കാനുള്ള അവസരം കിട്ടും. എന്താ? കുടുംബ ബന്ധം പുലർത്തിയാൽ. ഇനിയോ, അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ, വയറ് നിറച്ചുണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല. അപ്പൊ വയറ് നിറച്ചുണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്തത്, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള ദിക്ർ പറഞ്ഞല്ലോ. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനിഹി. അത്ര എഴുതിയാൽ മതി. മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ എന്ന് അവിടെ ഉണ്ടല്ലോ. ഇനി അടുത്തത്, നമ്മളെ വിരുന്നൂട്ടൽ എന്നുള്ള പാഠത്തിൽ ഒരു പാട്ട്, അല്ലെ? വിരുന്നുകാരവർ വീട്ടിൽ വന്നാൽ
വീട്ടിൽ നിറയും ഉന്മേഷം, വീട്ടിൽ നിറയും ഉന്മേഷം. അപ്പൊ ഈ പാട്ടിന്റെ രണ്ടാമത്തെ ലൈനാണ്, രണ്ടാമത്തെ സെഷനാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് സാരം എഴുതുക. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം വൈഫഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അതിഥിയെ ബഹുമാനിക്കട്ടെ, അതിഥിയെ സൽക്കരിക്കട്ടെ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. അപ്പോൾ ഇതാണ് ദുറൂസുൽ ഇഹ്സാനിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. വിദ്യാർത്ഥികൾ ഈ 4 പാഠങ്ങളും കൃത്യമായി മനസ്സിലാക്കി വായിക്കുകയും അത് എഴുതിയുമൊക്കെ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.